2 പിഞ്ചു കുഞ്ഞുങ്ങളെ തനിച്ചാക്കിയാണ് ആരതിക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്. പക്ഷേ അവൾക്ക് തൻ്റെ മക്കളെയും ഭർത്താവിനെയും പിരിഞ്ഞ് ഈ ലോകത്തു നിന്നും പോവാൻ ഒരിക്കലും താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു നിവൃത്തിയുമില്ലാത്ത ആ സാഹചര്യത്തിൽ അവൾ അത് ചെയ്തു പോയതാണ്. ഇല്ലെങ്കിൽ അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടി വന്നത് അവളുടെ മാനമായിരുന്നു. അങ്ങേയറ്റം സങ്കടകരമായ ഒരു സംഭവം. അമ്മയുടെ ആകസ്മികമായ വിയോഗത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിരിക്കുന്ന 5 വയസ്സുകാരനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ നെടുവീർപ്പോടെ നിൽക്കുകയാണ് ബന്ധുക്കളെല്ലാവരും. 5ഉം 2ഉം വയസ്സുള്ള 2 കുട്ടികളാണ് ആരതിക്കുള്ളത്. ആരതിയുടെ 2 വയസ്സുകാരനായ ഇളയ കുട്ടി എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ ആ വീട്ടിലൂടെ ഇപ്പോഴും ഓടിക്കളിക്കുകയാണ്. പെരുമ്പാവൂർ വേങ്ങൂർ എടപ്പാറ സ്വദേശി ആരതി ഇന്നലെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ആരതിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ആരതിക്ക് ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നതാണ് ബന്ധുക്കളിൽ സംശയമുണ്ടാക്കിയത്. അങ്ങനെയാണ് ബന്ധുക്കൾ ആരതിയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുന്നത്. തുടർന്നാണ് ആരതിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഓൺലൈൻ വായ്പാ സംഘത്തിന്റെ ഭീഷണിയെ തുടർന്നാണ് എന്ന് വ്യക്തമാകുന്നത്. പിന്നീട് ഈ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഭീഷണി സന്ദേശമെത്തിയത് പാകിസ്ഥാനിൽ നിന്നുള്ള നമ്പറിൽ നിന്നാണെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നഗ്ന ദൃശ്യങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ടെന്നും ഇത് ഭർത്താവിന് അയച്ചു നൽകുമെന്നും ലോൺ ആപ്പ് സംഘം ഭീഷണി മുഴക്കി. ആരതി ഓൺലൈൻ വായ്പാ സംഘങ്ങളുടെ കയ്യിൽ നിന്ന് വായ്പ എടുത്തിരുന്നതായി ഫോണിൽ നിന്നും സൂചന ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എന്തിനാണ് ആരതി വായ്പ എടുത്തത് എന്ന വിവരം വീട്ടുകാർക്ക് അറിയില്ല. ചില ഓൺലൈൻ ഇടപാടുകൾ വഴി ആദ്യം പണം ലഭിച്ചിരുന്നതായും പിന്നീട് അത് വായ്പാ കെണി ആയതായിരിക്കാമെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. ലോൺ ആപ്പിൽ നിന്നും ആരതി 6500 രൂപ വായ്പ എടുത്തതായാണ് കാണിക്കുന്നത്. ഇതിൽ കുറച്ചു തുക തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു. ഭർത്താവ് അനീഷ് 2 മാസങ്ങൾക്ക് മുൻപാണ് ജോലി ആവശ്യത്തിനായി കുവൈത്തിലേക്ക് പോകുന്നത്. ആരതിയുടെ മരണവാർത്തയറിഞ്ഞ് ജോലി ഉപേക്ഷിച്ച് മടങ്ങിയെത്തിയിട്ടുണ്ട്. യുവതിയുടെ മൊബൈൽ ഫോൺ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണിപ്പോൾ. ആരതിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന്റെയും ലോൺ ആപ്പുകാർ ഭീഷണിപ്പെടുത്തിയതിന്റെയും തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആരതിയുടെ മരണശേഷവും ഭീഷണി സന്ദേശങ്ങൾ മൊബൈലിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഇന്ന് വൈകുന്നേരത്തോടെ സംസ്കരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.